എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. OTT-യിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. തെലുങ്കിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയാണ്. വിജയ് ദേവാരകൊണ്ട നായകനായ ഒരു സിനിമ, ദ ഫാമിലി സ്റ്റാർ. വെടിക്കെട്ട് കണ്ടപ്പോഴും തോന്നിയത് അത് തന്നെ, വെടിക്കെട്ട്. ചുമ്മാ അല്ല പൊട്ടിയത് അല്ലേ? പിന്നല്ല. സിനിമയുടെ പേരെന്താ അറിയോ? ദ ഫാമിലി സ്റ്റാർ. പക്ഷെ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഒരിക്കലും ഫാമിലിയിൽ കയറ്റാൻ കൊള്ളാത്തവൻ അല്ലേ, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ചങ്ങായിയാണ്. വല്ലാത്തൊരു സിനിമ തന്നെ. ഒരു സീനുണ്ട് ഇതിൽ, അതായത് ഒരു ഫൈറ്റ് സീന്. അതിൽ വില്ലനോട് പറയണേ, അത് തൻ്റെ ചേട്ടത്തമ്മയൊക്കെ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് അതിന് റിവെഞ്ച് എടുത്തിട്ട് വന്ന് തല്ലിയാണ് ഗുണ്ടകളെ. അപ്പോൾ ആ ഗുണ്ടനോട് പറയാണ്, നിനക്കുണ്ട് ഫാമിലി, നിനക്കും ആ ഫാമിലിയിലുണ്ട് സ്ത്രീകൾ, ആ സ്ത്രീകൾ പുറത്തിറങ്ങും. അപ്പോൾ എനിക്ക് പ്രത്യേക ഏരിയകളൊന്നും വേണ്ട, കാടായാലും മേടായാലും ബസ്സായാലും ട്രെയിനായാലും ഇതൊക്കെ ധാരാളമാണെന്ന്. എങ്ങനെയുണ്ട്? സിമ്പിൾ. ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എഴുതിയതിലേക്ക് വരുന്നേ ഉള്ളൂ. ആദ്യം തുടങ്ങേണ്ടത് വിജയ് ദേവാരകൊണ്ട ആളുടെ ആക്ടിങ്ങിനെ കുറിച്ച് തന്നെ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കണം. അവസാനിച്ചു, കഴിഞ്ഞ് സംഭവം അവസാനിച്ചു എന്നാ കേട്ടത്. കണ്ടപ്പോഴും മനസ്സിലായി അവസാനിച്ചു എന്ന്. നല്ല തൊലിഞ്ഞ കഥാപാത്രം, തൊലിഞ്ഞ അഭിനയം. സത്യമായിട്ട് കേട്ടോ. ഇതിന് മുന്നേ കണ്ട ലൈഗറില ഇങ്ങനെ തൊലിഞ്ഞൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അതിന് ശേഷം ഇപ്പൊ എന്തെങ്കിലും എന്താണെങ്കിലും മൃണാൾ താക്കൂറിന്റെ ആളുടെ ക്യാരക്ടർ, ആള് ചെയ്തിരിക്കുന്ന അഭിനയിച്ചിരിക്കുന്ന രീതിയും അത് നൈസായിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും വൃത്തികെട്ട സിനിമയില് ആള് നല്ല വെടിപ്പായിട്ട് അഭിനയിച്ചു പോയിട്ടുണ്ട്. വളരെ വലിയ കാര്യം. എന്തായാലും മൃണാൾ താക്കൂർ തന്നെയാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. ആളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആളുടെ കഥാപാത്രവും അടിപൊളിയായിരുന്നു. പിന്നെ ക്ലീശ സാധനമാണ് എന്ത്, ഇങ്ങനെ എന്താ ഫാമിലിയിൽ വരുന്നു, അപ്പൊ തന്നെ നമുക്കറിയാലോ റിച്ച് ഗേള്, സ്വാഭാവികം. സിനിമ തുടങ്ങുന്നതന്നെ ആളെ കാണിച്ചുകൊണ്ടാണ്. ആളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും നടക്കോ ഇല്ലയോ അതാണ് കൺഫ്യൂഷൻ. പിന്നെ അതിനുശേഷം നായകനെ കാണിക്കുന്നു. പിന്നെ ആള് ഈ നായകന്റെ വീട്ടിലേക്ക് വരികയാണ്. ഒരു സാധാരണക്കാരിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആള് ഒരു സ്റ്റുഡൻ്റായിട്ടാണ് റിസർച്ച് നടത്തുകയാണ്. എന്താണെന്നറിയോ? മിഡിൽ ക്ലാസ് ഫാമിലിയെക്കുറിച്ച്. അതും ദ മാൻ ഗോവർദ്ധൻ പൊളി. ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ആ നാട്ടിൽ ഒരൊറ്റ ചെറുപ്പക്കാരനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അയ്യോ, കാരണം ആള് പോകുന്നിടത്തൊക്കെ പെണ്ണുങ്ങള്, സ്ത്രീകൾക്ക് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഈ വിജയ് ദേവാരകൊണ്ടന്റെ ലുക്ക് കേട്ടിട്ടേ എല്ലാവരും സൂപ്പർ അടിപൊളി എന്തോ എല്ലായിടത്തും. അതിന് ഏതെങ്കിലും രാജ്യമൊന്നും അങ്ങനൊന്നുമില്ല. ഏത് രാജ്യത്തും എവിടെ പോയാലും അങ്ങനെ. ആളിപ്പോൾ എന്തായാലും എയറിലെത്തിയിട്ടുണ്ടല്ലോ. അവിടെ പോയാലും അവിടുത്തെ മാലാഖമാർ കണ്ടല്ലോ പറന്ന് വന്നിട്ട് വാ ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കിടക്കുന്നതായിട്ട്. അല്ലാന്ന് കെട്ടുമോന്നല്ലോ. അല്ലല്ലോ, ഒന്ന് കെട്ടുമോന്ന് അത്രക്ക് ഭംഗിയാണ്. അത് വേറെ ആർക്കും ഭംഗിയില്ല. സത്യം, കാണുന്നവർക്ക് മൊത്തം ക്രഷാണ്. നമ്മൾ ഈ സിനിമ കാണുമ്പോ നമ്മളും വിചാരിക്കാം നമ്മളും കൊള്ളൂലേ, ഗോവർദ്ധൻ അത്രക്കോ അല്ലേ, നമ്മളെ കൊള്ളൂലേ കാണാൻ. എന്തായാലും അമേരിക്കയിൽ പോയ അവിടെ, ഇവിടെ വന്നാൽ ഇവിടെ, റേഷൻ കടന്റെ മുമ്പിൽ അവിടെ, റേഷൻ കടയിൽ വരെ ആൾക്ക് ആളുടെ സൗന്ദര്യം, മനുഷ്യന് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ. വാട്ടേ ഡയറക്ടർ ബില്യൻസ് ഒക്കെ ആലോചിച്ചു പോകും നമ്മൾ ഇടയ്ക്ക്, വെറുതെ ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ചു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട്, ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് ഇതിനകത്ത്. അഞ്ജന മോഹൻ, നമ്മുടെ നാൻസി ഫെയിം, ആൾ അഭിനയിച്ചു. മലയാളിയായിട്ട് തന്നെയാണ്. അത് നൈസായി, മലയാളിയായിട്ട് അഭിനയിച്ചല്ലോ. മലയാളികളുടെ പേര് കാത്തു സൂക്ഷിച്ചല്ലോ. കാരണം ആള് മാത്രമാണ് അയ്യോ വേണ്ടായേ, കുറച്ചെങ്കിലും നന്നായിട്ട്. അതായത് വിജയ് ദേവാരകൊണ്ടനെ കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഒരാള് അതില് ആള് മാത്രമാണ്. അതുകൊണ്ട് മലയാളികളുടെ പേര് ആശ്വാസം. ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടറെ കുറിച്ച് തന്നെയാണ്. പരശുറാം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതും അതിന്റെ എന്താ പറയാ, ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, കുറച്ച് ഹൈ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല റിച്ച് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് നല്ല കളർഫുള്ളാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല കൂതറ സാധനമായിട്ടാണ്. അതായത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയ്ക്കും മോശം സ്ക്രിപ്റ്റിങ്. അതും ഇവർ രണ്ടുപേരും കൂടിയാണ്, പരശുറാമും വാസുവർമ്മയും കൂടിയിട്ടാണ്, രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതല്ല, എഴുതുന്ന സമയത്ത് ഇവർക്ക് തോന്നിയിട്ടില്ല ഏത് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. അതെ,
പ്രതികരിക്കാൻ വന്നത് അതിനെതിരെയാണ്. എന്നിട്ട് ആൾ പറയുന്നത് അത് സമൂഹത്തിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല, ഇത്രയും വളരെ മോശപ്പെട്ട മൈൻഡുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്നേ. എന്നിട്ട് അത് സിനിമയാക്കാൻ തീരുമാനിച്ച് സിനിമ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് പോലും ആ സീൻ അതിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ. ഇനി അതിൽ എത്ര പേര് അഭിനയിച്ചു, ആരൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തും. ഇവരാരും അത് തള്ളിക്കളയാതെ ഈ സിനിമയിൽ ഇത് വന്നല്ലോ എന്നാലോചിക്കുമ്പോഴേ. ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ചയായ സംഭവമാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയതൊന്നല്ല. കുറച്ച് മുന്നേ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാളികൾ കാത്തിരിക്കുകയാണ്. മലയാളികൾ എന്തായാലും കണ്ടെത്തി ഇപ്പം. അതെ, OTT വന്നപ്പോൾ. എന്താണെങ്കിലും പിന്നെ വേറൊരു കാര്യം ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഫാമിലി സ്റ്റാറിന്റെ ദോശ ചൂടല് സംഭവം ദോശയാണ് അതിലെ ഹൈലൈറ്റ്. അതിന് നമുക്ക് 100 കൊടുക്കാം. ദോശ പോലും ശരിക്ക് VFX ചെയ്യാൻ പറ്റാത്തവന്മാരാണ്. പറത്തിങ്ങനെ ഇടുന്നുണ്ട്. അല്ലടിയാ, ഒരു തെറ്റുപറ്റിപ്പോയി. ഒരു മലയാളി സാന്നിധ്യമല്ല, രണ്ടാമത്തെ ഒരാൾ കൂടെ ഉണ്ട്, ഗോപി സുന്ദർ. മ്യൂസിക് പ്ലേസ് കുറച്ച് ഹൈ കയറ്റിയിടും. മാറ്റോ സത്യം പറയാ, ഗോപി സുന്ദർ കുറച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നടന്നില്ല. അതായത് നമ്മുടെ വിജയ് ദേവാര കൊണ്ട് തന്നെ വമ്പൻ ഹിറ്റ് പാട്ടുണ്ടല്ലോ, നമ്മുടെ രശ്മിക മന്ദാന സ്റ്റാറായ ആ ഒരു വൈബ് പിടിച്ച് വന്നതാണ്. പക്ഷെ രക്ഷ ഒത്തില്ല. എന്താണെങ്കിലും സിനിമ പ്രൊഡ്യൂസ് സിനിമയുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് 50 കോടിയായിരുന്നു കേട്ടോ. ആമസോൺ പ്രൈമിലാണ് ഇപ്പം OTT റിലീസ് വന്നിട്ടുള്ളത്. എല്ലാരും പോയി കാണുക, അനുഭവിക്കുക. ഇങ്ങനെ സിനിമ പുറത്തു വരരുത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അത്രയ്ക്കും മോശമാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. അല്ലേ, ഇതിലേ ആള് ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് കൂടുതൽ റൂമുകൾ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അഭിമാനത്തോടെ അവർ പറയുമെന്നുള്ളത് കൊണ്ട് കൺവിൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കട്ടില് മാത്രം ഇടുന്ന റൂം അതെങ്ങനെ, ആ കട്ടിൽ ആ റൂമിന്റെ ഉള്ളിൽ ഇടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടില് പണിയും ആദ്യം, എന്നിട്ട് അതിന്റെ ചുറ്റിനും കട്ട കെട്ടും. അതൊക്കെയാണ് ഞങ്ങളെ. പക്ഷെ ഉള്ളിൽ നിന്ന് കെട്ടാൻ പറ്റില്ല അപ്പോഴും. അത് ശരിയാണല്ലോ, പുറത്തുനിന്ന് കെട്ടി ഞങ്ങൾ. എങ്ങനെയുണ്ട്? പിന്നെ അല്ല, അയ്യോ അല്ലെങ്കിൽ തൂക്കി ഇറക്കണ്ടേ കറക്റ്റ് ഗ്യാപ്പിൽ കൂടി. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ ചെറിയ ഇതൊക്കെ ഈ ബോൾ പോലത്തെ സംഭവങ്ങൾ നമ്മൾ പില്ലോസ് കിട്ടുമല്ലോ, പൊട്ടിച്ച് കഴിയുമ്പോൾ അത് അതുപോലെ കട്ടില് ഇറക്കുമ്പോ ചെറുത്, പിന്നെ അത് കാറ്റയച്ചു വിടുമ്പോ ഡോറില്ലേ, ഡോറൊക്കെ ഉണ്ടാവോ? ഡോർ എങ്ങനെയാ പുറത്തേക്കോ? അല്ല, ഡോർ വെച്ചിട്ട് കറക്റ്റ് കട്ടിലുള്ള സ്പേസിലുള്ള ഒരു റൂം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. കട്ടിൽ എങ്ങനെ കയറ്റും? അതാണ് ഇപ്പൊ നമ്മുടെ ചർച്ച. ഇത് തിരിച്ചു കറക്റ്റ് ഇടണല്ലോ. ഇനി അത് പോട്ടെ, ഈ ഡോർ എങ്ങനെ തുറക്കും? പുറത്തേക്ക് വെക്കണ്ടി വരും അല്ലേ, ഉള്ളിലേക്ക് എന്തായാലും തുറക്കും. എന്താണെങ്കിലും കൊള്ളാം. നൈസ്. ബൈ.